ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സുസ്വാഗതം. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാം നിറഞ്ഞ ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ എന്താ പറയാ, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പലർക്കും ജീവിതത്തിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ വലിയ മാറ്റത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. ഓരോ ദിവസവും ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അതിൽ കുറെ ആൾക്കാർ സാറ്റിസ്ഫാക്ഷനോടുകൂടി അത് ചെയ്തു പോകുന്നു. മറ്റു ചില ആൾക്കാർക്ക് ഒന്നും ലഭിക്കാത്ത നൈരാശ്യത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റും. കുഴപ്പമില്ല, എവറിത്തിങ്സ് വിൽ നോട്ട് ഹാപ്പൻ ഇൻ എ ഡേ. എല്ലാത്തിനും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ നിന്നു കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം, ആ വാക്കൊന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളാരും. എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ ആ വാക്കൊന്ന് ടൈപ്പ് ചെയ്ത് തന്നറിയിച്ചേ നോക്കട്ടെ, എത്ര പേർക്ക് ഇത് ഓർമ്മയുണ്ട് എന്നുള്ളത്. നോ, അതല്ല. എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്നും പറയാറുണ്ട്, എന്റെ ക്യാപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ എന്നെ നാറ്റിക്കരുത്. ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം, ഇതിന്റെ പേര് നിങ്ങൾ മറക്കരുത്. നമ്മുടെ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ മറക്കരുത്. ഒന്നുമല്ല, കണ്ടാ? പോരാ പോരാ, എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാധനത്തിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ വളരെ കുറച്ചു പേരേ ഉള്ളൂല്ലോ. അപ്പോൾ ഞാൻ ചില പുനർവിചിന്തനം നടത്തേണ്ടി വരുമല്ലോ. ഇതാണ്. ഇതെപ്പോ ചോദിക്കുമ്പോഴും ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സമയം എടുക്കാനില്ല. ഏത് രാത്രി അർദ്ധരാത്രി വിളിച്ചു ചോദിച്ചാല് ഹലോ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാന്ന് പറയാൻ പറ്റണം. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും, അതാണ് ജീവിതത്തിന്റെ സീലായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എവിടെ പോയാലും അവിടെ കുത്താനായിട്ട് ഈ സാധനം വേണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ, ജീവിതം മാറുകയുള്ളൂ. ഇതുള്ളവന്റെ ജീവിതം അങ്ങ് മാറിക്കോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ഒന്നും ചെയ്യണ്ട, അവൻ എന്നും അതിനെപ്പറ്റി മാത്രമേ ഓർക്കുള്ളൂ. ഗുഡ് തോട്ട്സുകളെല്ലാം അതിന്റെ പുറകെയാണ്. അതിനാണ് എല്ലാം കൂടി കവറപ്പ് ചെയ്തിട്ടാണ് പറയുന്നത് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്റെ വോയിസ് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് കേൾക്കാമല്ലോ അല്ലെ? ഇപ്പോഴും ആൾക്കാർക്ക് പിടികിട്ടിയില്ല, ഇപ്പോഴും പറയുന്നുണ്ട് വേറെ എന്തൊക്കെയോ ഫ്രണ്ട് അവിടെ. ഓക്കെ, ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഓൾവേസ് യു ഷുഡ് ഹാവ് എ ശുഭാപ്തി വിശ്വാസം ശുഭ, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. യെസ് 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 യെസ്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അപ്പോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. നമുക്ക് ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിന് വലിയ പ്രത്യേകതയുണ്ട്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കും എന്റെ യൂട്യൂബ് വ്യൂവേഴ്സിനുമുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് എന്താ പറയാ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ചക്ര പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മള് അടിത്തട്ടിലുണ്ടല്ല, മൂലാധാര ചക്രത്തിൽ നിന്ന് എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിശുദ്ധി ചക്രയിലൂടെ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്തിനാന്നറിയോ? ഇന്നലത്തെ നമ്മുടെ ക്ലാസ് 10,000 വ്യൂസ് ആയി കഴിഞ്ഞിരിക്കുന്നു. എത്ര രാവിലെയാണ് ഇട്ടത്, ഇപ്പൊ എത്ര മണിക്കൂറായി? കൃത്യം 13 മണിക്കൂർ കൊണ്ട്. ഇന്ന് നേരത്തെ ഞങ്ങള് അഡ്മിൻമാർ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 10,000 വ്യൂ ആവുമെന്ന്. അപ്പൊ ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. എന്റെ വ്യൂസിന്റെ കണക്ക് 9,700 ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ഏകദേശം അത്ര ആയിക്കഴിയും എന്ന് കഴിക്കണം. ചെലവ് തന്നെ ഉള്ളൂ. എന്തുമോളെ ഇപ്പൊ ഇവിടെ എല്ലാപ്പോഴും ചെലവ് തന്നെയല്ലേ? ഇതിനേക്കാളും വലിയ ചെലവ് എന്താ വേണ്ടത്? ചെലവ് ചെയ്യുന്നല്ലേ? ആഘോഷപൂർവ്വമാണ്, സന്തോഷത്തിന്റെ ആഘോഷമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല,
നമ്മൾ ഇന്നലെ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വളരെ ലളിതമായ ഏറ്റവും പവർഫുൾ ആയി വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്നലെ പറഞ്ഞത്. 10,000 ആൾക്കാർ ഒരു ദിവസം കൊണ്ട് തന്നെ അത് കണ്ടിട്ട്, ഇനിയിപ്പോ കൊണ്ട് 1,00,000-ലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് അവരൊക്കെ അത് ജീവിതത്തിൽ, ഇന്നലത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റാത്തവർ ആരുമില്ലാത്ത ഒരു ടെക്നിക്കാണ്. എല്ലാവർക്കും, ആങ്സൈറ്റി ഉള്ളവർക്കോ എന്താ ഉള്ളത് അതെല്ലാം ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അതിൽ. അതിന് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, വെറുതെ പറയാന്നുള്ള ടെക്നിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ആൾക്കാർക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കട്ടെ. അത് സാധിക്കുന്നു എന്നറിയുമ്പോൾ ഒബ്വിയസ്ലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അതും പോലെങ്കിൽ നമ്മുടെ പെയ്ഡ് സെക്ഷൻ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഫ്രീ സെക്ഷൻ ക്ലാസ് അല്ല, പെയ്ഡ് സെക്ഷൻ. അപ്പൊ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കേണ്ടി വരും അല്ലെ? കാരണം നിങ്ങളെല്ലാം കാശ് വന്നിട്ട് പഠിക്കാൻ വന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയും, സാർ എന്ത് പണി കാണിക്കുന്നത്, ഞങ്ങളോട് കാശും മേടിച്ചിട്ട് പബ്ലിക്കിന് ഫ്രീ കൊടുക്കും. അവൻ രക്ഷപ്പെട്ടേന്ന്. നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ ലൈഫ് റെഡി ആവുള്ളൂ. അപ്പൊ ഇതൊന്ന് എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ഇന്ന് നമുക്ക് ഇതുപോലെ തന്നെ വളരെ ടൺ ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. ഇത് ഇന്നത്തെ ടെക്നിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് തന്നെയാണ്. ആദ്യം തന്നെ ഒരു എന്താ പറയുക, നമ്മള് സിനിമയിലൊക്കെ വരില്ലേ, അതുപോലെ സാറ്റുറ്ററി വാർണിംഗ് എന്ന ഒരു ക്യാപ്ഷനോടുകൂടി തുടങ്ങാം. എന്തുകൊണ്ടത് പറയുന്നു വെച്ചാൽ, എപ്പോഴും യൂട്യൂബിൽ ഇടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കട്ട് ചെയ്തില്ല. അതൊക്കെ ഓരോ സമയത്ത് ചെയ്യുന്ന കാര്യമാണല്ലോ ഇന്നുമിലേക്ക്. അങ്ങനെ എല്ലാ സമയത്തും എന്തുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടപ്പോ അവർക്ക് അവരും ഉണ്ടല്ലോ. നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവരും അൺകണ്ടീഷണൽ ആയിട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് തരാം, സാമ്പാർ തരില്ല, സാമ്പാർ തരാം, അവിയൽ തരില്ല എന്നൊന്നും പറ്റില്ല. ചില സമയത്ത് ഇതൊക്കെ ഇങ്ങനെ പറയും, പക്ഷെ ചില സമയത്ത് നമ്മളെല്ലാം കൊടുക്കേണ്ടി വരും. അത് അർഹിക്കുന്നവർ അവരെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന അതുപോലെ ഇരിക്കും നമ്മളുടെ സംഭവങ്ങൾ. അതുകൊണ്ട് വിഷയമൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഇവിടെ തുറന്ന്, നല്ല അനാഹത ചക്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ തുറന്ന് അങ്ങ് കൊടുക്കാം. അവർ കാണട്ടെ, അവരും വിജയിക്കട്ടെ, അവർ റിസൾട്ടുമായിട്ട് വരട്ടെ. അപ്പോൾ അവർ കാശ് നേടിയിട്ട് ക്ലാസ്സിലേക്ക് വരട്ടെ എന്ന് പറയും. നിങ്ങൾ നേടിയവരല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവരെയും അതുപോലെ സ്നേഹിക്കാം, കണ്ടീഷണലായിട്ട് സ്നേഹിക്കാം. ദർ ഇസ് നത്തിങ് ഫിൽട്ടറിങ് ദിസ്. പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ പറയണം അല്ലേ, നല്ലേ, അതൊരു മാർക്കറ്റിംഗ് അല്ലേ, ബിസിനസ് ആയിപ്പോയില്ലേ നമ്മുടെ പരിപാടി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സാനിറ്ററി സോറി, നമ്മുടെ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അറിയാലോ, ഇപ്പൊ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ട് കേരളം മൊത്തം, ഇന്ത്യ മൊത്തം, ലോകം മൊത്തം കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥ കണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു വാണിംഗ് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ പഠിപ്പിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളാണ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് സാധാരണക്കാരന് ചിലപ്പോൾ തോന്നുമ്പോൾ ഇതെന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ വരും. അത് അവന്റെ കുറ്റമല്ല, അവന്റെ അറിവില്ലായ്മയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഇത്തരം ടെക്നിക്കുകൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനം ഒന്ന് മാത്രമാണ്. വാണിംഗ് ഇത്രയാണ്, ഇതിനെല്ലാത്തിന്റെയും അടിസ്ഥാനം ഒന്ന് മാത്രമാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് നിങ്ങളെ രക്ഷിക്കും. സിമ്പിൾ. ബൈബിൾ പറഞ്ഞ അതേ വചനം. നിന്റെ വിശ്വാസം എന്താണോ അത് തന്നെ രക്ഷിക്കും. വിശ്വാസമുണ്ടോ? ചെയ്തോളൂ. വിശ്വാസമില്ലേ? ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അവനും വേറൊന്നുമില്ല. എല്ലാം ടെക്നിക്കും ഒരുപോലെയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പൊ ഈ ടെക്നിക്ക് ഇന്നലെ കിടലൻ ടിക്കറ്റ് കൊടുത്തു, ഇന്ന് അതിനേക്കാളും കിടലൻ ടെക്നിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 26-ാം തീയതി മറക്കണ്ട, നേരെ പത്മനാഭന്റെ മണ്ണിലേക്ക് വെച്ച് പിടിച്ചുകൊള്ളുക. അവിടെ നമുക്ക് നേരിട്ട് കണ്ട് ഇതുപോലെ മറ്റ് ചില എന്താ പറയാ, അത്ഭുത വിദ്യകൾ നമുക്ക് സ്വായത്തമാക്കാം. എങ്ങനെ കോടീശ്വരനാവാം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ആവണം താല്പര്യമുള്ളവർ മാത്രം അങ്ങോട്ട് വന്നാൽ മതി. ഇല്ലാത്തവർ അടഞ്ഞുകൂടി വീട്ടിൽ കിടന്നോളൂ, നോ പ്രോബ്ലം. ഇന്നലെ പറഞ്ഞു, ബിസിനസ്സുകാരോട് ഇന്നലെ പറഞ്ഞിരുന്നു, 10 ദിവസം സമയമുണ്ട്, 10 ദിവസം കൊണ്ട് 6,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കയറിക്കൊള്ളുക. കടം മേടിച്ചിട്ട് ആരും കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിനെ കാണാനാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ക്ലാസ്സിനാന്ന് കടം മേടിച്ച് ഒരാളും വരരുത്. കാശ് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ട് പറയണം, സാറേ ഞാൻ ഇന്ന തീയതി മുതൽ ഇത്രാം തീയതി വരെ ഇത് അധ്വാനിച്ചപ്പോൾ എനിക്ക് 6,000 രൂപ കിട്ടി, അല്ലെങ്കിൽ 1,000 രൂപ ചെലവിനും കഴിച്ച കിട്ടി, 7,000 കിട്ടി, ഞാൻ അങ്ങ് കയറി വന്നു. അപ്പോൾ നമുക്ക് സന്തോഷാവും. അത് ആണ് ഏറ്റവും പറയാനുള്ളത്. ഇപ്പൊ എല്ലാവരും വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, സാറേ തിരുവനന്തപുരം വരാൻ പറ്റില്ല, സാറ് പത്തനംതിട്ടയിലേക്ക് വന്നാൽ ഞാൻ സാറിനെ കാണാൻ വരാം. ഞാൻ ഒന്നും പറയുന്നില്ല, മറുപടി നിങ്ങൾക്കെല്ലാവർക്കും പറയാം, എവിടെയാണോ വരേണ്ടത് എന്നുള്ളത്. കോട്ടയത്തേക്ക് വന്നാൽ അങ്ങോട്ട് വരാം. നന്ദി 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 എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വേണമെങ്കിൽ
എന്താണ് ഡാഷ് ഡാഷിൽ കഴിക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് അത്രയും പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനൊരു ചെറിയൊരു കഥ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ. ഒരു ചെറിയൊരു കഥ പറയാം. കഥ ഇത്രയുമാണ്. നിങ്ങളൊക്കെ ചെറുപ്പോ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ നിങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചിട്ടോ ഉള്ള ഒരു കഥയാണ്. ഒരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേര് അനു എന്നായിരുന്നു. അനുവിന്റെ ഏകമായ വിഷയം എന്ന് പറയുന്നത് എപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ, റെക്കോർഡിംഗ് ആകുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ റെക്കോർഡിംഗ് പ്രസ് ചെയ്തിട്ടല്ലോ. അനുവിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാകുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല, പിന്നെ എന്നെ ആരും പരിഗണിക്കുന്നില്ല, ഞാൻ സുന്ദരിയല്ല, എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഏത് ചിന്തകളാണ്? നെഗറ്റീവ് ചിന്തകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അനു. അങ്ങനെ എപ്പോഴും മെലിഞ്ഞ് ഉണങ്ങി, കാരണം എപ്പോഴും സുഖമില്ല, അസുഖമാണ്. അതുപോലെ ഒന്നിലും ഉന്മേഷമില്ല, ക്ലാസ്സിൽ എല്ലാവരും ടീച്ചർമാരെ വഴക്ക് പറയുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ അനു കടന്നു പോകുമ്പോ അവളുടെ സുഹൃത്തായ ആശ അനുവിനോട് ഒരു കാര്യം പറഞ്ഞു. ആശ എപ്പോഴും സന്തോഷവതിയാണ്, എപ്പോഴും ഉല്ലാസവതിയാണ്, എല്ലാ കാര്യത്തിലും അപ്രിസിയേഷൻ കിട്ടുന്ന ഒരാളാണ്, വീട്ടിൽ നല്ല കുട്ടിയാണ്, നല്ല ചമഞ്ഞൊരുങ്ങി സുന്ദരിയായി നടക്കുന്ന കുട്ടിയാണ് ആശ. പക്ഷെ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അപ്പൊ അനു ചോദിച്ചു, നീ എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിച്ച് നടക്കുന്നത്? ഒന്നും നിന്റെ പറയുന്നില്ലല്ലോ, എവിടെയും നീ കുറവില്ല, ക്ലാസ്സിനും ഒക്കെ നീ ബെറ്ററായി പഠിക്കുന്നു, ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് അനു ചോദിച്ചു. അപ്പൊ ആശ അനുവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഈ സാധനമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, അത് ഞാൻ നിനക്കും കൂടി തരാം, നിന്റെ ജീവിതവും മാറ്റം സാധിക്കട്ടെ എന്ന് പറഞ്ഞു. സന്തോഷമായി അനുവിന്. എന്നാ പിന്നെ നോക്കട്ടെ, നമുക്കത് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പൊ അനു ഒരു കാര്യം ചോദിച്ചു, നോക്കൂ, ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിന്റെ വിശ്വാസം എന്താണോ അത് നിന്നെ രക്ഷിക്കും. നീ പൂർണ്ണമായി ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിന്റെ ഫലം ലഭിക്കും, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഫലം ലഭിക്കുന്നു. അപ്പൊ അനു പറഞ്ഞു, നോക്കട്ടെ. അനു അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല, എന്താണ് നിന്റെ സംഭവം എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ അനു പറഞ്ഞു. എങ്കിലും അങ്ങനെ ആ കോൺവെർസേഷൻ നടന്നു. അനുവിന്റെ കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, കാരണം അനു അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും. എങ്കിലും അനു വിചാരിച്ചു, ഓക്കെ, എന്തായാലും ആശയ്ക്ക് റിസൾട്ട് കിട്ടിയല്ല, ആശയിൽ എന്തോ ഒരു സംഭവമാണല്ലോ ആശയിലില്ല, അത് പറയട്ടെ എന്ന് പറഞ്ഞു. ആശ പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോ അനുവിനായിട്ട് ഒരു ചെറിയ കല്ല് കൊണ്ടുവന്നു. നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന നല്ല പരക്കലുണ്ടല്ലോ, വെളുത്ത കളറുള്ള കല്ല്, ഒരു സാധാരണ തോട്ടിൽ നമ്മുടെ നാട് പുഴയിലൊക്കെ കിട്ടില്ലേ, പുഴയിലൊക്കെ കിട്ടുന്ന ഒരു സാധാരണ കൈ പിടിക്കാൻ പറ്റുന്ന ഒരു കല്ല്. ഇപ്പൊ എനിക്ക് കാണിക്കാൻ ഇവിടെ ഇല്ല, ഗൾഫിലായതുകൊണ്ട് കല്ലുകളില്ല, ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കല്ല് സംഘടിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കല്ല് കൊണ്ടുവന്നു, നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നോക്കുക. സാധാരണ ഒരു കല്ല് കൊണ്ടുവന്നു, കൈ പിടിക്കാൻ പറ്റുന്ന, അങ്ങനെ കൈ പിടിക്കാൻ പറ്റുന്ന ചെറിയ. എന്നിട്ട് പറഞ്ഞു, ഇത് നീ കയ്യിൽ വെച്ചോ, ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഇനി ബാക്കി ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, യെസ്, വെള്ളാരം കല്ല് തന്നെ ആയിക്കോട്ടെ, അറിയണമെന്ന് ആഗ്രഹം, ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചു, എന്നിട്ട് അത് ബാക്കി പറയാം. ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചാൽ നമുക്ക് ബാക്കി ക്ലാസ്സിലേക്ക് കടക്കാം. പോരാ പോരാ പോരാ, ഫാസ്റ്റ് ആവട്ടെ, ഒരുപാട് ആൾക്കാരുണ്ട്, എന്നിട്ട് എന്താ നിങ്ങൾ ഇത്രയും കുറവ്? ഇന്നത്തെ ഈ ക്ലാസ് മിസ്സായവർക്ക് വലിയ മിസ്സിങ് ആയിരിക്കും. കല്ലില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ വീട്ടില്. നിങ്ങൾക്കൊക്കെ തപ്പിക്കഴിഞ്ഞാൽ വെള്ളാരം കല്ല് സംഘടിപ്പിക്കാൻ പറ്റുമല്ലോ, ആർക്കും പറ്റും. യെസ്. അപ്പോ ഓക്കെ, താങ്ക് യു. ആശ അനുവിന് ആ കല്ല് സമ്മാനിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇതിന്റെ പേരാണ് മാജിക് റോക്ക്. എന്താണ്? മാന്ത്രിക കല്ല്. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിനക്ക് എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നിനക്ക് എന്താണോ ജീവിതത്തിൽ ഒരു സംഭവം ആഗ്രഹമുള്ള കാര്യവും നിനക്ക് ലഭിച്ച കാര്യവും ഒരേ സമയത്ത് ഒരേപോലെ ഈ കല്ലിനോട് പറയണം. അതായത് ചിലപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ മാത്തമെറ്റിക്സിൽ എനിക്ക് 50-ൽ 40 മാർക്ക് വേണം, എന്റെ ജോലിയിൽ ഇന്ന് പൂർണ്ണ ഉന്മേഷത്തോടെ ചെയ്യാൻ സാധിക്കണം എന്ന് ഈ മാജിക് കല്ലിനോട് പറയുകയും, തിരിച്ച് ഇന്ന് നടന്ന എന്തെങ്കിലും ഒരു നന്ദിയുള്ള കാര്യം, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അതിന് പ്രത്യുപകാരമായി കൂട്ടി പറയുകയും വേണം. ഉദാഹരണത്തിന് ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് മാത്തമെറ്റിക്സിൽ 50-ൽ 40 മാർക്ക് വേണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ഒരു കാര്യം നിനക്ക് മനസ്സിലായി എങ്കിൽ നീ പറയണം, ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച ഇന്ന കാര്യം എനിക്ക് മനസ്സിലായതിൽ ടീച്ചർക്കും ഈ പ്രപഞ്ചത്തിനും നന്ദി എന്ന് പറയണം. ലളിതമാണല്ലോ, ആരെ കൊണ്ടും പറ്റുമല്ലോ. അങ്ങനെ എന്താണോ വേണ്ടത് അതിനോടൊപ്പം ലഭിച്ചത് ഒന്നും കൂടി പറയാൻ പറ്റണം. അപ്പോൾ 5 കാര്യങ്ങൾ വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ ലഭിച്ചതും കൂട്ടി പറയണം. ഇതാണ് കണ്ടീഷൻ. നിങ്ങളെല്ലാം അഗ്രി ആണോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് റോക്ക് ഉണ്ടെന്ന് കരുതിക്കാം. ആശ പറയുന്ന പോലെ അനുവായ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 2 കാര്യങ്ങളാണ് ഒരു സൈഡിൽ നിങ്ങളുടെ ആവശ്യവും, മറ്റേ അതിന് തൊട്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചൊരു കാര്യവും പറയാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറ. രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ കല്ല് കയ്യിൽ പിടിക്കുക. കയ്യിൽ പിടിച്ചതിന് ശേഷം ഇതിനോട് കൃത്യമായി വേണ്ടതും കിട്ടിയതും പറഞ്ഞ് മനസ്സിലാക്കുക. കല്ലിനോട് പറയുക. കല്ലിനും എനർജി ഉണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും അറിയാലോ, കല്ലിനും എനർജി ഉണ്ട്, എല്ലാത്തിനും എനർജി ഉണ്ടല്ലോ. നമ്മളുടെ അതേ ഫീലിംഗിലോട്, നന്ദിയോടുകൂടിയുള്ള ഫീലിങ്സിലും ലഭിച്ചതിലുള്ള സന്തോഷത്തിന്റെ ഫീലിങ്സും ചേർത്തുകൊണ്ട് ഈ കല്ലിനോട് പറയുക. പറഞ്ഞതിന് ശേഷം നിങ്ങൾ കയ്യിൽ പിടിക്കുക, ചുരുട്ടി ഇങ്ങനെ പിടിക്കുക, കിടന്നുറങ്ങിക്കോളുക. ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു പോയതാ. നിങ്ങൾ എന്റെ ശ്രദ്ധ തെറ്റിക്കരുത്. ക്ലാസ് എടുക്കുകയാണ് ഞാൻ. വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ പറഞ്ഞാൽ ക്ലാസ്സും പോകും, അതും പോകും. ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കിട്ടില്ല, ഈ കാര്യം കിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ രണ്ടും കിട്ടാതെയാവും. അപ്പോ ഞാൻ തൽക്കാലം ക്ലാസ്സിലേക്ക് മടങ്ങുന്നു, ബാക്കി പറയുന്നു. അപ്പോ കയ്യിൽ കല്ല് പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മറന്നുപോയി. ഓക്കെ. കയ്യിൽ കല്ല് പിടിച്ചിട്ട് അങ്ങ് ഉറങ്ങുക, ഉറങ്ങിക്കോളുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കല്ല് എവിടെ ഉണ്ടാവും? ബെഡിലുണ്ടാവും, അല്ല താഴെ പായയിലുണ്ടാവും അല്ലെ? സ്വാഭാവികമാണ് പ്രക്രിയ. വീണ്ടും രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ സാധനം കയ്യിലെടുക്കുക. അത് തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതും നന്നായി ഉറങ്ങിയെന്നോ, അല്ലെങ്കിൽ എനിക്കിത് ഇന്ന കാര്യം സംഭവിച്ചതിനോ അതിന് നന്ദി ചേർത്ത് പറയുക. വീണ്ടും നിങ്ങൾക്ക് ആ കല്ല് നിങ്ങളെ കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുകയോ അല്ലെങ്കിൽ കൈ പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുക. ആശ ഇത് ചെയ്തത് എന്നും ബാഗിൽ വെക്കുമായിരുന്നു, സ്കൂൾ ബാഗില്. ആശ അങ്ങനെയായിരുന്നു ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സ്കൂൾ ബാഗിലേക്ക് ഈ സാധനം വെക്കും. സ്കൂളിൽ എപ്പോഴാണോ ഒരു നല്ല കാര്യം സംഭവിക്കുക അപ്പോൾ ബാഗിൽ കൈയിടും. ആശ കല്ല് കൈ പിടിക്കും, മെയിൻ സംഭവം പറയും. ഇത്രയുമാണ് ടെക്നിക്ക്. ഇത് പറയുമ്പോൾ ആൾക്കാർ ഇത് എന്താ ഈ സാറ് കല്ലൊക്കെ കൈ വെച്ചിട്ട്, ലിസിയൊക്കെ തലേ കൈ വെക്കുന്നത് എന്താ ഈ പറയണേ? കല്ലൊക്കെ കൈ വെച്ചിട്ട് പറയും. ഇവിടെ സംഭവിക്കുന്ന കാര്യം കൂടി പറഞ്ഞു പോകാം. നത്തിങ് മാജിക് ഇൻ ദിസ്. ലളിതമാണ് സംഭവം. നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കല്ല് നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ നിങ്ങൾ കല്ലിനോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുമോ വരില്ലേ? ഒബ്വിയസ്ലി ആയിട്ട് നിങ്ങൾക്ക് കല്ലിൽ അതുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുകയും നിങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും.
ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അടയാളപ്പെടുത്തി മുന്നോട്ട് പോകും. നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഒരാൾ നിങ്ങളോട് ചിരിച്ചാൽ അടുത്ത പ്രാവശ്യം അയാൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമോ മുഖം വീർപ്പിക്കുമോ? എന്ത് ചെയ്യും നമ്മൾ? സ്വാഭാവികമായി നമ്മൾ ചിരിച്ചു ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചു പോകും. സത്യം. സ്വാഭാവികമായും ചിരിച്ചു പോകും. ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് മുഖം തിരിക്കും. നിങ്ങളുടെ അകത്തുനിന്ന് ഒരു ദേഷ്യമോ ഒരു എന്താ പറയാ മറ്റ് വികാരങ്ങളൊക്കെ വന്നെന്ന് വരും. അപ്പോൾ ഇത് ആണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതായിട്ടൊന്നും പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. വളരെ ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു വികാരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ എനർജി കൂടും. എന്താണോ ആവശ്യമുള്ളത് അതിലേക്ക് നമ്മുടെ വൈബ്രേഷൻസ് കൂടുന്നു. നന്ദി നന്ദി നന്ദി, ഇതിനേക്കാളും ഒരു വലിയ ഒരു സംഭവവും നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനുള്ളത് ഇപ്പോഴില്ല. മനസ്സിലാക്കേണ്ടത്, നന്ദി പ്രകാശിപ്പിക്കുന്നതിനേക്കാളും വലിയ, ലഭിച്ചതിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്നറിയാം. ഇനി അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എപ്പോഴുമുള്ള ശീലമായി മാറുമ്പോൾ നമ്മൾ നന്ദിയൊക്കെ ഓട്ടോമാറ്റിക് വരും. നമ്മളുടെ ആഗ്രഹങ്ങൾ കൃത്യമായി നമ്മൾ പാകപ്പെടുത്തി വരും. ഞാൻ ഒറ്റ ഒരു ഉദാഹരണം ചോദിച്ചോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആവശ്യം ഒന്ന് പറയാവോ? ധന്യോട് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സജീവിനോട് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ സജീവ് ഒരാഗ്രഹം പറയും, അല്ലെങ്കിൽ ധന്യ മറ്റൊരു ആഗ്രഹം പറയും. നാളെ ഇതേ സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും വ്യത്യസ്തമായി വേറൊരു ആഗ്രഹം പറയും. സത്യമാണോ അല്ലയോ? ഹ്യൂമൻ ബീങ്സ് എല്ലാവരും അങ്ങനെയാവുള്ളൂ, കൃത്യമായി ഓർത്തു വെക്കില്ല. പക്ഷേ ഇത്തരം ഏതെങ്കിലും ഒരു ടെക്നിക്കൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതേ സംഭവത്തിൽ പിടിച്ചു നിൽക്കും, നമ്മൾ മാറ്റില്ല. കാരണം നമുക്കറിയാം ഇതിനോട് ഞാൻ ഇതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. എൻ്റെ കല്ലില്ലാത്തതുകൊണ്ട് മൊബൈൽ എടുത്തിട്ടോ, എറിയാനല്ല, പിടിക്കാനാണ്. നമ്മൾ ഇത് തന്നെ ഓർമ്മ വരും. ഇത് നമ്മുടെ പോസിറ്റീവ്നെസ്സിനെ വളർത്തും, കൃത്യമായ വൈബ്രേഷനുകളെ സംജാതമാക്കും. ഇവിടെ മാറില്ല, ഒരേ ഇത് മാറില്ല. നന്ദി പറഞ്ഞത് തന്നെ പറയോ, ലഭിച്ചതിന് പറയോ? ഓരോ ദിവസവും മാറി മാറി വരുന്ന അനുഭവങ്ങൾക്ക് മാറി മാറി നന്ദി പറയുകയും നമ്മുടെ ആഗ്രഹം സ്ഥിരമായി നിൽക്കുകയും ചെയ്യുമ്പോൾ നന്ദിയിലൂടെ ഉണ്ടാകുന്ന ഊർജം ആഗ്രഹ സഫലീകരണത്തിന് തത്തുല്യമായി വരും. ഇതാണ് ഇതിന്റെ സയന്റിഫിക്, എന്താ പറയാ, സയന്റിഫിക് എന്ന് വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ഇതാണ് ഇതിന്റെ തത്വം എന്നും. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, വൈബ്രേഷനുകൾ ഉയർത്തും, നമ്മുടെ കൃത്യമായ ശീലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, പോസിറ്റീവ്നെസ് വളർത്തും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ കൃത്യമായി 33 ദിവസം ചെയ്യണം. ഒരു ദിനത്തിലും കുറക്കരുത്. ഞാൻ ഇന്നലെ 33 ദിവസത്തിന്റെ പ്രത്യേകത ഇന്നലെ പറഞ്ഞു. 33 ദിവസം നിങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും ഈ അഭ്യാസം തുടരുക. അത് ആവേശത്തോടു കൂടി ചെയ്യുക, വിഷ്വലൈസേഷനിലൂടെ ചെയ്യുക, അഫ്രിമേഷൻ മെത്തേഡിൽ ചെയ്യുക. തുടർച്ചയായി ചെയ്യുക, ആവേശത്തോടു കൂടി ചെയ്യുക, വിഷ്വലൈസേഷനോട് ചെയ്യുക, അഫ്രിമേഷൻ പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും മനോവിശ്വാസവും അനായാസമായി വളർത്താനുള്ള പ്രക്രിയ സംജാതമാകുകയും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇത് ഇനി ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ഓർത്ത് നന്ദിയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. കല്ലിന് ശക്തി ഉണ്ടോ എന്ന് വെച്ചാൽ കല്ലിന് ശക്തി ഉണ്ട്. പക്ഷെ നിരന്തരമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിന് അപൂർവമായ ശക്തിയുണ്ട്. പിന്നെ നിങ്ങൾ തൊട്ടാൽ മതി. അപ്പൊ ഇതിന്റെ വൈബ്രേഷനെ പറ്റി കുറെ പറയണ്ട. നിങ്ങൾ ഇത്രയും ദിവസം പറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഈസി ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു 10 അഫർമേഷൻ എടുക്കുക, ഒരു കല്ലിന്റെ മുമ്പിൽ വെക്കുക,
ആ കല്ലിനോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വെറുതെ പോകുമ്പോൾ ആ കല്ലിന് തൊട്ടാൽ മതി, നിങ്ങളുടെ ഊർജ്ജതലം മാറുന്ന കാണാം. ഷോക്ക് അടിക്കുന്ന പോലെ മാറി. കാരണം നിങ്ങൾ പറഞ്ഞ വാക്കിലെ ഊർജം കൃത്യമായി ആ കല്ലിൽ സന്നിവേശിക്കുകയും അത് മാറും. ഇങ്ങനെയാണ് ഈ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ നടത്തുക കേട്ടോ. അതൊക്കെ വലിയ തത്വമാണ്. അത്രയും പോകുന്നില്ല. ഇങ്ങനെയാണ് അതിലേക്ക് എനർജി കൊടുക്കുന്നത് എന്ന് പറയാനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി കാണുന്ന ഇത്രയും പോരെ? ഇതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഞാൻ ലളിതമായി പറഞ്ഞു. ഇനി അതിന് കൂടുതൽ പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ നിങ്ങൾക്ക് കല്ല് കിട്ടില്ല, നാളെ രാവിലെ പ്രാക്ടീസ് ചെയ്തോളൂ. ആവശ്യമുണ്ട് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് കൃത്യമായി അതിനോട് പറയുക. അത് കിട്ടി. പക്ഷെ ഒരു കാര്യം മറക്കാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി പറയാത്തിടത്തോളം കാലം ഒന്നും പുതിയതായി ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള. നിങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്ന ഒറ്റ ഭാഗം, നിങ്ങൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, എവിടെയാണോ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നൽകുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നല്ലതായാലും മോശമാണോ നിങ്ങൾ തീരുമാനിക്കുക. നല്ലതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലത് കിട്ടും, മറ്റതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊന്ന് കിട്ടും. ഇന്നലെ സജീവ് പറഞ്ഞ പോലെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, അതിലേക്ക് തന്നെ നിൽക്കുക. ഞാൻ കറക്റ്റ് ചെയ്യാണ്, വേണ്ടതിലേക്ക് മാത്രം പോവുക, അത് മാത്രം പറയുക. വളരെ ശ്രദ്ധിക്കും. 33 ദിവസം കഴിഞ്ഞാലും ആ കല്ല് കയ്യിൽ തന്നെ പിടിക്കുക, കളയണ്ട. എന്നും അഭ്യാസം പോലെ എന്ന് പറയും. മിനിമം 33 ദിവസം ചെയ്യണമെന്നാ പറഞ്ഞത്. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ അതിനു മുമ്പ് കിട്ടും. മിനിമം ചെയ്യാൻ പറ്റും. കല്ല് കളയണോ പിടിക്കണം എന്നില്ല, കല്ല് ജീവിതകാലം കൊണ്ട് കാണുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. എപ്പോഴൊക്കെയാണോ ഈ ആഗ്രഹം മാറി ഒറ്റ ആഗ്രഹത്തിൽ ജീവിതം തീരുവോ? ഇല്ലല്ലോ, പിന്നെയും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഇതില്ല. പക്ഷെ എന്നും കല്ലുണ്ട്, കളയൊന്നും വേണ്ട, കൈ പിടിച്ചു. പറ്റുമെങ്കിൽ ഞാൻ പറയാം, ഇനിയിപ്പോ ആർക്ക് നിങ്ങൾക്ക് കല്ല് കുറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആണെന്ന് തോന്നിക്കാൻ നിങ്ങൾ ഡയമണ്ട് വാങ്ങിച്ചു, നല്ല വില കൂടിയ ഡയമണ്ട് മേടിച്ച് കഴിപ്പിച്ചോ. എന്നാ പിന്നെ കളയില്ലല്ലോ. പിന്നെ ഇത് എന്ത് ചെയ്യണം ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ നാളെ തന്നെ വീട്ടിൽ നല്ല ഡയമണ്ട് മേടിച്ചോ, വലിയൊരു ഡയമണ്ട് മേടിച്ച് കഴിച്ചു. അപ്പൊ ഇനി അടുത്ത ചോദ്യം ചോദിക്കുക, സാറേ കടയിൽ നിന്ന് മേടിക്കുന്ന കല്ല് പറ്റുമോ, പുഴയിൽ നിന്ന് എടുക്കുന്ന കല്ല് വേണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കല്ല് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഏത് കല്ലാണോ അത് എടുക്കുക. പക്ഷെ ചെങ്കല്ലും കരിങ്കല്ലൊക്കെ പോയിട്ട് വലുതെടുത്തിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ നിൽക്കണ്ട. കയ്യിൽ ഒതുങ്ങുന്ന വെള്ളാരം കല്ല് എടുത്താൽ മതി, ചെറുത്. അടുത്ത ചോദ്യം അതാണിക്കും. ആ, ശംഖ് മതിയോ? ശംഖ് കല്ലാണോ ദൈവമേ? ശംഖ് കല്ലല്ല. ആ, ആദ്യം നന്ദി പറയണോ, ആദ്യം ആഗ്രഹം പറയണോ? നിങ്ങൾക്ക് ആദ്യം നന്ദിയാണ് ആവശ്യം. ഏത് പറഞ്ഞാലും നന്ദിയോട് കൂടി പറയും. ഇപ്പൊ ഈ ക്ലാസ് കേട്ടതിന് ആദ്യം നന്ദി പറയുക, എന്നിട്ട് നിങ്ങൾ ആഗ്രഹത്തിന് പറഞ്ഞു പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. നോക്കൂ, ഇതിലെന്തും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും റിലവന്റ് ഇല്ല. കാരണം ഇത് നിങ്ങളുടെ മനോവിചാരമാണ്. നിങ്ങൾ എങ്ങനെയാണോ ഇതിനെ കാണുന്നത്, അതാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുക. കൃത്യമായി പറയാം, നിങ്ങൾ അതിനെ നല്ല രീതിയിൽ കണ്ടാൽ നിങ്ങൾക്ക് നല്ല അനുഭവം വരും. നിങ്ങൾ നന്ദി മുമ്പ് പറഞ്ഞാലും പിന്നെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിന്റെ ഫീലിങ്സ് ആണ്. അതിനൊന്നും കുഴപ്പമില്ല. നല്ലതും മോശവും പറയുന്നെങ്കിൽ നന്നായിട്ട് തന്നെ പറയാം. മോശം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ നിങ്ങൾ മോശം പറഞ്ഞു, ആർക്കെങ്കിലും ചെയ്യോ? മോശം പറഞ്ഞാൽ ആർക്കും ഗുണം ചെയ്യും? ആർക്കും ചെയ്യില്ല, അല്ലേ? അപ്പൊ അത് വേണ്ട. ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങളോ എത്ര വേണ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എത്ര പറ്റും അത്രയും പറഞ്ഞോ. അത്രയും നന്ദിയും കൂടി പറയാൻ പറ്റും. ബാലൻസ് ചെയ്ത് നന്ദിയും കൂടി പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരാഗ്രഹവും ഒരു നന്ദി പറയും, രണ്ടാഗ്രഹവും രണ്ട് നന്ദി പറയും, അല്ലെങ്കിൽ ഒരാഗ്രഹവും 10 നന്ദിയും പറഞ്ഞോ, കുഴപ്പമില്ല. നന്ദിയുടെ എമൗണ്ട് കൂടുന്നത്രയും ഇതിന്റെ സ്ട്രെങ്ത് കൂടും. ഇതാണ് പറയാനുള്ളത്. നന്ദിയുടെ എമൗണ്ട് എത്ര കൂടുന്നുവോ അത്രയും നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ കൂടും. ബർത്ത് സ്റ്റോൺ ഐ എം നോട്ട് സജസ്റ്റിംഗ്. അത് മറ്റൊരു എനർജിയിലേക്ക് ഓൾറെഡി കണക്ട് ആയി കിടക്കുന്നുണ്ടാവും. സാധാരണ ഒരു വെള്ളാരം കല്ല് ഉപയോഗിച്ചാൽ മതി. ബർത്ത് സ്റ്റോൺ ഒക്കെ നിങ്ങൾക്ക് ഇത്രയും വലിയ സ്റ്റോൺ കൈ പിടിക്കേണ്ട ഇത്രയും വലിയ ബർത്ത് സ്റ്റോൺ ഒക്കെ നിങ്ങളിൽ ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ ബൈ ദാറ്റ് മച്ച് ബിഗ്. അത്രയും വലിയ സ്റ്റോൺ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ? ബർത്ത് സ്റ്റോൺ ഒക്കെ കൈ പിടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കൈ പിടിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ കല്ല് പറ്റുമോ? കുറച്ച് വലിയ കല്ല് തന്നെ. എനിക്കൊക്കെ കുറച്ചും കൂടി വലുത് വേണം. നിങ്ങൾക്കെല്ലാം കുറച്ച് ചെറിയ മനുഷ്യർക്ക് ചെറുത് മതി. യെസ്, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തോ കുട്ടി. ഇതേ സാധനം പ്രാക്ടീസ് ചെയ്തോ പരീക്ഷയ്ക്ക്. ഞാൻ പറഞ്ഞ കഥയും അനുവിന്റെയും ആശയുടെ കഥ പറഞ്ഞപ്പോ ഇത് തന്നെയാണല്ലോ. എപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നാളെ മുതൽ അമേസിംഗ് റിസൾട്ട് കൊണ്ടുവരിക, മറക്കണ്ട. പിന്നെ അതുപോലെ നമ്മുടെ കോഴ്സുകൾ ഒന്നും മറക്കണ്ട. തൽക്കാലം ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫിഷ് ടാങ്കിൽ ഇടുന്നത്.
സാറേ ഫിഷ് ടാങ്കിൽ എടുക്കുന്ന കല്ലായാലും കുഴപ്പമില്ല, എവിടെയും നദിയിലുള്ള കല്ലായാലും ഫിഷ് ടാങ്കിൽ ഇട്ടാൽ കുഴപ്പമെന്താ? എടുത്ത് വെച്ചോളൂ. ഫിഷ് ടാങ്കിൽ ഇടുന്ന വലിയ കല്ലുണ്ട്, വലിയ കല്ല് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഒന്ന് കഴുകിക്കോ, എന്നാലും ഫിഷിന്റെ മണം വരണം. ഏതായാലും കഴുകി വെച്ചു. അല്ലെങ്കിൽ പിടിക്കുമ്പോൾ ഒരു ഫിഷിന്റെ വാട വരാതിരിക്കാൻ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ വേറെന്താണ്? വളരെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നു. അധികം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അൺമ്യൂട്ടിന് ഓപ്ഷൻ തരാം. ബാക്കിയുള്ളവർക്ക് ആർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ ഗുഡ് തിങ്സ് എന്തെങ്കിലും ഷെയർ ചെയ്യുക. മറ്റെന്തെങ്കിലും അത്യാവശ്യം ഷോർട്ടായിട്ട് പറയണം. സജീവ് ഇന്നലെ പറഞ്ഞ പോലെ വല്ലതും പറഞ്ഞാൽ ഇനി ഓരോ നിമിഷവും സജീവ് എന്റെ അടുത്ത് പറയാൻ വരുന്നതിന് മുമ്പ് എഴുതി തയ്യാറാക്കിയിട്ട് വായിച്ചിട്ട് മാത്രമേ സജീവ് ഞാൻ അൺമ്യൂട്ട് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പോയി. ഓക്കെ, താങ്ക് യു. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ആ, ബിന്ദു ശ്രീകുമാർ പറഞ്ഞു. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഞാൻ സാധാരണ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മഹാദേവന്റെ രൂപമാണ് മനസ്സിൽ വരാറുള്ളത്. അപ്പൊ ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു എന്താ പറയാ, ഒരു കണ്ണ് തുറക്കുന്ന കണക്ക് ഒരു സംഭവം എനിക്കിങ്ങനെ എന്റെ ദേഹത്തേക്ക് വരുന്ന കണക്കും, എന്നിട്ട് എന്റെ രണ്ട് കൈയും ഇങ്ങനെ നമ്മൾ എർത്തടിക്കുന്ന കണക്കൊരു സംഭവം വന്ന്, എന്നിട്ട് എന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ അറിയുന്നില്ല, പക്ഷെ എന്റെ ദേഹത്ത് ഇങ്ങനെ കയ്യിൽ വന്ന് വെള്ളം ഇങ്ങനെ വീണ് 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 കുറെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പായി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായി, തലവേദന, തലയ്ക്കകത്തൊരു എന്തോ മാതിരി ഇങ്ങനെ വന്നിട്ട് കുറെ ടൈം എടുത്തിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടായില്ല. തിരിച്ച് നമ്മൾ നോർമൽ ഇതിലേക്ക് വരാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും അതിന് തലയ്ക്ക് ഒരു വല്ലാത്തൊരു വേദന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് സാറിന്റെ അടുത്ത് ഒന്ന് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ. നല്ല ഫീലിംഗ് ആണെന്നോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഫീലിംഗ് ആണോ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എർത്തടിക്കുന്ന ഒരു സംഭവം ഉണ്ടായ, പക്ഷെ എനിക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു. യഥാർത്ഥത്തിൽ നടന്നോ ഫീൽ ചെയ്തതോ? കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകുന്നത് ഞാൻ അറിയുന്നില്ല. പറഞ്ഞ വെള്ളം വന്ന് കയ്യിൽ വീഴുമ്പോഴാണ് നമുക്കത് കണ്ണീരാണെന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് സ്റ്റോപ്പായി. എത്ര കാലമായി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ സാറേ. മാറ്റം ഉണ്ടാവണ്ടേ മെഡിറ്റേഷൻ ചെയ്യുമ്പോ? എനിക്കത് സാറിനോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയാണ്. അല്ല, മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റം കാണിക്കണ്ടേ? ചിലവർക്ക് ചിരിയായിരിക്കും വരിക, ചിലവർക്ക് വൈബ്രേഷൻ ആയിരിക്കും വരിക, ചിലവർക്ക് ഇംപ്യൂരിറ്റീസ് പുറത്ത് പോവുകയാണ്, എക്സോസ്റ്റ് ചെയ്ത് പോവുകയായിരിക്കും സംഭവിക്കുക. അങ്ങനെ പല രീതിയിലായിരിക്കും വരും. ചിലർക്ക് ഛർദിയായിരിക്കും, ചിലവർക്ക് പനിയായിരിക്കും, ചിലവർക്ക് ജലദോഷമായിരിക്കും. അങ്ങനെ ഓരോ ശരീരത്തിലുള്ള മാലിന്യങ്ങളുടെ തോതിനനുസരിച്ച് മാറ്റപ്പെടും. അത് വികാരം നോക്കൂ, നമ്മൾ 2 തരത്തിലെടുക്കണം. വികാരം നമുക്ക് ചിരിയിലൂടെയും വരാം, ചിലർക്ക് കരച്ചിലായിട്ടും വരാം. സന്തോഷം തന്നെ കരച്ചിലും ഉണ്ടാവും, ചിരിയും ഉണ്ടാവാം. അത് ഓരോ ആളുടെയും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറി വരും. അത് ചിലപ്പോ ചിരിച്ച് കരയുന്നത്തെ സിറ്റുവേഷൻസ് ഇല്ലേ, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വൈബ്രേഷൻ മാറും, ഒബ്വിയസ്ലി മാറുന്നതാണല്ലോ. സന്തോഷം, അതങ്ങനെ മാറട്ടെ, കൂടുതൽ കാര്യങ്ങൾ പോട്ടെ, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാവരോടും, മെഡിറ്റേറ്റ് ചെയ്യുന്നവരോടും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നവരോടും ഉള്ള ഒരു റിക്വസ്റ്റ് ആണ്, എപ്പോഴും നിങ്ങളെ പറ്റി കൃത്യമായ ബോധമുണ്ടാവണം. നമ്മുടെ തലങ്ങളിൽ വിട്ടിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധാരണ പ്രാക്ടീസ്, ഭൗതികതയിൽ ജീവിക്കുന്ന ആൾക്കാർ തയ്യാറാവരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ സമൂഹ ജീവിയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ സംഭവിച്ച പോലുള്ള സംഭവങ്ങൾ ഇതിനൊരു പ്രസ്തുത ഉദാഹരണമാണ്. ഞാനത് പരാമർശിക്കുന്നില്ലെന്ന് കരുതിയതാണ്, പക്ഷെ എന്നാലും പറഞ്ഞു പോകുന്നു. സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ ഏതൊരു കാലത്തും അതാത് സമൂഹത്തിന്റെ അവസ്ഥക്കനുസരിച്ചും ചുറ്റുപാടുകൾക്കനുസരിച്ചും നിയമ സംഹിതയിൽ അനുസരിച്ച് മാത്രമേ ഏതൊരാൾക്ക് ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് തത്വം. അപ്പൊ അത് ചിലപ്പോൾ വിട്ടുപോയാൽ, ഇപ്പൊ പറഞ്ഞതിന് ഉത്തരം സിമ്പിളായിട്ട് പറയാം, അതിലേക്കല്ല, ഇതിൽ സിമ്പിളായിട്ട് പറയാം. ഞാനൊരു ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ, ഞാനൊരു വീട്ടിൽ ഞാൻ ഭർത്താവ് എന്നുള്ളൊരു പദവിയും, അച്ഛൻ എന്നുള്ള പദവിയും, മകൻ എന്നുള്ളൊരു പദവിയും, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള പദവിയും വഹിക്കുന്നുണ്ടെങ്കിൽ
അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. അതിന് കൃത്യമായി പാലിച്ചു പോകണം. അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും ഇല്ലാതാവും, അതും ഇല്ലാതാവും. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് വേണം പോകാൻ. രണ്ടിനിടയിൽ പെട്ടുപോയാൽ നമ്മൾ വല്ലാത്തൊരവസരത്തിൽ പോകും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചല്ല, മെഡിറ്റേഷൻ ക്ലാസ് പറയേണ്ടതാണ്. നമ്മളിവിടെ പല ആൾക്കാരും ഇപ്പൊ ഈ ഇങ്ങനെ മെഡിറ്റേഷൻ സ്ഥിരമായി ഇപ്പൊ ചക്രയൊക്കെ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഷിഫ്റ്റ് ആവേണ്ട വളരെ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. രേഷ്മ മനോഹരൻ പറഞ്ഞു. ചക്ര മെഡിറ്റ് 1 to 1 ഉപയോഗിച്ച് 2000 രൂപ ലഭിച്ചു. ഫീസ് അടക്കാൻ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം അത് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചക്ര മെഡിറ്റേഷൻ ബ്ലോക്ക് തീർക്കുന്നതല്ല എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അതൊരു സിസ്റ്റമാണ്. അത് ഓരോ ആൾക്കും ഓരോ രീതിയിലാണ്. ബ്ലോക്ക് ഉള്ളവർക്കല്ലേ ബ്ലോക്ക് തീർക്കാൻ പറ്റുള്ളൂ. ബ്ലോക്ക് മാത്രമായിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെ എനിക്കൊരു മറുപടി പറയാൻ സാധിക്കില്ല. രേഷ്മ പറഞ്ഞു. സാർ, ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം ഞാനിപ്പോ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നടുവിന് എനിക്കിപ്പോ 33 ആണ് ഏജ്. അപ്പൊ ഈ സിസേറിയൻ കഴിഞ്ഞപ്പോ നടുവിന് 2 ഇത് ചെയ്തായിരുന്നു, 2 പ്രാവശ്യം മറിക്കാത്തത് കൊണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് നടുവിന് വേദന സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അത് ഫസ്റ്റ് ഇപ്പം ഇത് 3-ാമത്തെ ദിവസമാണ്. ഇന്നലെ തൊട്ട് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, അത് ആ ഒരു പെയിൻ, നമ്മൾ എഴുന്നേക്കാൻ ഭയങ്കരമായിട്ട് പെയിൻ, അത് മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ ഫസ്റ്റ് ഡേ എനിക്ക് മഹാദേവൻ ഇങ്ങനെ നടന്നു വരുന്ന പോലെയാണ് തോന്നിയത്. അത് എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് സ്പീഡിൽ, കാരണം കുടുംബദേവൻ എന്ന് പറയുന്നത് മഹാദേവനാണ്. അപ്പൊ ഇങ്ങനെ നടന്നു വരുന്ന ഫീല് കിട്ടുന്നുണ്ട്. എനിക്ക് ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ളത് എനിക്ക് ഈ ഒരു പെയിന് മാറിയിട്ടുള്ളത് അതാണ്. പിന്നെ ഈ ഒരു പെയിൻ മാറിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ വിടരുത്. കണ്ടിന്യൂസ് ആയിട്ട് അത് മാറുന്നത് വരെ കണ്ടിന്യൂസ് ആയിരിക്കണം. അതൊരു സാധനമായിട്ട് തന്നെ കണ്ടിന്യൂ കേട്ടോ. ഈ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞത്, ഞാനത് ഡെയിലി അത് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. ഞാൻ മുന്നേ തൊട്ട് ചെയ്യുന്നതാണ്. ആ ഒരു താങ്ക്സ് പറയുന്നതാണ്, നന്ദി പറയുന്നതാണ് സ്റ്റോൺ വെച്ചിട്ട്. എന്റെ കയ്യിൽ എപ്പോഴും ഒരു സ്റ്റോൺ ഉണ്ടാവും. ഓ, വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. യെസ്, യെസ്. അടുത്ത ആരാ പറഞ്ഞേ? എന്താണ് ഇന്ന് വിശ്വനാഥന്റെ വൈഫിന്റെ പ്രത്യേകത? പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്ത് പറയൂ പെങ്ങളെ. അൺമ്യൂട്ട് ചെയ്ത് പറയും. പറഞ്ഞോ. സാർ, ഇന്നലെ റോബർട്ടിക് അഫർമേഷൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യത്തെ 4-ാമത്തെ വാക്യം എനിക്ക് മനസ്സിലായില്ല. എല്ലാ സെല്ലുകളും അത് മാത്രം മനസ്സിലായി. എന്താന്ന് മനസ്സിലായില്ല. അത് ഇന്ന് രാവിലെ യൂട്യൂബിൽ പോയിട്ട് നോക്കിയാൽ മതി, അതിലുണ്ടല്ലോ. അതിപ്പോ ഞാൻ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു കഴിഞ്ഞു. അതിന് ബാക്കി യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. സാർ, അത് ദിവസം എത്ര പ്രാവശ്യം പറയണം? അത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്. അത് ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇനിയിപ്പോ എനിക്ക് ഓർമ്മയില്ല. ഇനി യൂട്യൂബ് പോയിട്ട് ഞാനും നോക്കേണ്ടി വരും. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പേപ്പർ എഴുതി വെച്ചിട്ട് ചെയ്യുന്നൊന്നും അല്ലല്ലോ. അത് ഇന്നലെ തന്നെ ചോദിക്കാൻ വരുന്നല്ലോ. യൂട്യൂബ് വീഡിയോ പോയി കേട്ടോ. ഓക്കെ, ഓക്കെ. രേഷ്മ മനോഹരൻ വീണ്ടും ഒന്ന് പറയണ്ടോ? അയ്യോ ഇല്ല, ഞാൻ ഓവർഹാൻഡ്. ഓക്കെ, ഞാൻ ആർക്കാ പറയാനുള്ളേ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ശരി എല്ലാവരും പറയണ പോലെ ഒന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ നല്ല സമാധാനം മനസ്സിന്. ഏത് ക്ലാസ്സിലുള്ള നമ്മുടെ 10 കഴിഞ്ഞോ? അത് 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. വാട്സാപ്പിൽ കിട്ടിയിരുന്ന ക്ലാസ്. ശരി.
സാർ 3 ദിവസം ചക്ര മെഡിറ്റേഷൻ ചെയ്ത് 3 ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. തീരുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി. 3 ദിവസം ചക്ര മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോ 3 ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ നോക്കിയപ്പോ തീർന്നു, മെഡിറ്റേഷൻ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങിപ്പോയി, നേരത്തെ ഉറങ്ങിപ്പോയി. അല്ല, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഉദ്ദേശം ഇല്ലേ? അല്ല, തീരുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി. എല്ലാം കേൾക്കാൻ പറ്റിയില്ല. അതിന് ആർക്കപ്പോ കുഴപ്പം? നല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ നാട്ടിലാണ്. മനുഷ്യരുടെ ഉറക്കം വരാത്ത വിഷയത്തിലാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ഉറക്കം കിട്ടിയത് ആദ്യം അതിന് ഉറക്കം കിട്ടിയല്ലോ എന്നിട്ടോ. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോ എനിക്ക് 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരില്ലായിരുന്നു. ഞാനിത് എഴുതി വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് നാട്ടിലെ എന്റെ വീട്ടിൽ പോയി താമസിക്കണം തന്നെ എഴുതി. അത് സാധിച്ചു. ഇപ്പൊ 1 മാസത്തേക്ക് ഞാൻ ഇവിടെ വന്നതാണ്. കൊടുങ്ങല്ലൂർ താല്പര്യം. പിന്നെ അവിടെ ഭയങ്കര തണുപ്പാണ്, എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ എഴുതി വെച്ച് എനിക്കത് സാധിച്ചു. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പൊ. വീട്ടിലെത്തി. ഇപ്പൊ ഞാൻ വീട്ടിലാണ്, കൊടുങ്ങല്ലൂർ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മകളുടെ അടുത്ത് പോകേണ്ടി വന്നതാണ്. അപ്പൊ ഇനി പോണം, ഫെബ്രുവരിയിൽ പോണം. എനിക്ക് തണുപ്പൊക്കെ ഒത്തിരി കുറയും. എന്നാലും എനിക്ക് എന്റെ വീട്ടിൽ വന്ന് താല്പര്യക്കാലത്ത് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയത് ഞാൻ അത് തന്നെ എഴുതി വെച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം വരാൻ സാധിച്ചില്ല, അതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് അഫർമേഷൻ എഴുതുന്നത് ഇത് തന്നെയായിരുന്നു. എനിക്ക് കൊടുങ്ങല്ലൂര് പോണം. അതിന് നന്ദിയുണ്ട് സാറിന്, ഒരുപാട് നന്ദിയുണ്ട്. സർവമംഗള മംഗല്യേ സർവേ സർവാർത്ഥ സാധികേ. ഓക്കെ, താങ്ക് യു. ശരി പറഞ്ഞു നോക്കിയേ, ശരിയാവും നോക്കട്ടെ. ഞാനാ വേറൊന്നല്ല സാറേ, നേരം പറഞ്ഞില്ലേ പിന്നെ മെഡിറ്റേഷൻ കണ്ടപ്പോ ഇങ്ങനെ അനുഭവം പറഞ്ഞില്ല. അപ്പൊ അതേപോലെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു ദിവസം മഹാദേവനെ കണ്ടു, പിറ്റേ ഒരു ദിവസം പിന്നെ നമ്മുടെ പരാശക്തിയെ കണ്ട്. ഭയങ്കര അല്ലാത്തൊരു കുളിര് പോലെ ആയിപ്പോയി കേട്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു, വെരി ഗുഡ്. അപ്പൊ ശരി, എന്നാല് നമുക്ക് ക്ലാസ് കഴിയാം. പിന്നെ നമുക്ക് മെഡിറ്റേഷന് പോവാം കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ നേരിട്ട് പഠിച്ചോളൂ. അപ്പൊ തിരുവനന്തപുരം ആരും മറക്കണ്ട, എല്ലാവരും തയ്യാറായി. പറയൂ അജിത തമ്പി. 48 മണിക്കൂറിന്റെ അഫർമേഷൻ വന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥിയായിരുന്നു. പൈസ 48 മണിക്കൂറിന്റെ കളക്ട് ചെയ്തു. എന്തെങ്കിലും പറ്റിയിരുന്നു വാങ്ങിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടായിരുന്നു. അത് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. 48 മണിക്കൂറാണ് കളക്ട് ചെയ്തത്. അതിന് വളരെ നന്ദി സാർ. താങ്ക് യു സാർ, ഹാപ്പിയാണ്. ഇന്നലെ പറയാൻ വന്ന കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ വീണ്ടും ക്ലാസ്സിനടുത്ത് പറയാൻ മറന്നുപോയ കാര്യം. ഞാനിവിടെ ചെറിയ ചെറിയ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ പബ്ലിക്കിൽ തരുന്നുണ്ട്. പക്ഷെ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച് ചെയ്യണം. ഇതിപ്പോ ഞാൻ അതിന്റെ കൃത്യമായി ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളൊന്നും പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ എന്തായിരിക്കും സംഭവം? നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തവർക്കൊക്കെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ചെയ്യണം, എന്ത് രീതിയിലൊക്കെയാണെന്ന് കൃത്യമായ ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങൾ പഠിച്ച് ചെയ്യണം. അതിന് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് നമ്മുടെ ആപ്പിൽ കിട്ടുന്നുണ്ട്. ആപ്പിലൂടെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് 1 2 ടെക്നിക്കുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത്ര ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ 1 to 1 അല്ലെങ്കിൽ 60 സെക്കൻഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്ര ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ 33ഓളം ടെക്നിക്കുകൾ അടങ്ങിയ നമ്മുടെ വോൾ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകൾ എടുത്ത് എന്തായിരിക്കും മാറ്റം? ഇപ്പൊ കിട്ടാത്തവർക്കൊക്കെ കിട്ടും. അതുകൊണ്ട് കോഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് കാണുന്നവരോടും പറയാണ്, ഈ മെമ്പേഴ്സിന് മാത്രമേ നമ്മൾ ക്ലാസ് ലൈവ് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ മെമ്പേഴ്സ് ആവാനുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, മെമ്പേഴ്സ് ആവാൻ ഞാൻ എന്ത് ഫീസ് അടക്കണം? മെമ്പർഷിപ്പ് ഫീസ് ഇല്ല, ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം എടുത്ത് നിങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, വിജയം നേടുക. നമ്മുടെ ഫുൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് 2000 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. അത് ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ഫുള്ളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കും. അത് വേണ്ടവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നിലനിൽക്കാനായിട്ട് ചെറിയ ചെറിയ കോഴ്സ് എടുത്തവർ പറഞ്ഞിട്ടുണ്ട്. 6 മാസം വരെയാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കാലാവധി ഉള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് പോകും. ഇത് നമ്മുടെ സിസ്റ്റമാണ്. താങ്ക് യു.
മറ്റൊന്നും ഉണ്ടാവില്ലെന്ന് കരുതുന്നു. എന്നാൽ പിരിയാണ്. താങ്ക് യു വെരി മച്ച്.